എല്ലാത്തിനും കള്ളന്മാർക്കും തട്ടിപ്പുകാർക്കും ചൂട്ടുപിടിക്കുവാൻ കാതോലിക്കായും. ഏവൻഗേലിയൻ പുസ്തകം കയ്യിൽ നിന്ന് താഴെ വയ്ക്കാത്ത പുരോഹിതനാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ PRO. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം കള്ളന്മാരുടെ ഗുഹയോ എന്നാണ് കോട്ടയത്തെ വിശ്വാസികൾ ചോദിക്കുന്നത്. ഓരോന്നും കാണുമ്പോൾ തോന്നുന്ന സംശയം ദിനംപ്രതി പ്രബലപ്പെടുകയാണ്. പലതും കണ്ടും കേട്ടും വിശ്വാസി സമൂഹം സഭയിൽ തുടരണോ, അല്ലെങ്കിൽ എന്തിനു തുടരണം എന്ന ചിന്തയിലെത്തിയവർ വരെ ഉണ്ട്. സജീവരായിരുന്ന പലരും നിഷ്ക്രിയരായി തുടരുന്നവരുമുണ്ട്. അവസാനം വന്നിരിക്കുന്നത് കുപ്പായമിട്ട് ചെയ്യുന്ന കച്ചവടവും ആ കച്ചവടത്തിലെ നെറുകേടുകളുമാണ്. ഇന്നും ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ വൈദികർ അല്പം വിശ്വസ്തതയും ആധികാരികതയുമൊക്കെ കാണുന്നവരാണ് ഭൂരിപക്ഷം പേരും. ഒരു സാധാരണക്കാരൻ പറയുന്നതിലും വിശ്വാസ്യത വൈദികന്റെ വാക്കുകൾക്ക് ലഭിക്കുന്നുമുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്ന അനേകം വൈദികരുമുണ്ട്. പക്ഷേ ഒരു ന്യൂനപക്ഷത്തിന് ഇതൊന്നും ബാധകമല്ല. അവസാന കേസ് വന്നിരിക്കുന്നത് സഭയുടെ പൊതുജന സമ്പർക്കനിൽ അഥവാ PROയിൽ നിന്നാണ്. ഇയാൾ എന്ത് ചെയ്തു എന്നല്ലേ, എന്ത് ചെയ്തില്ല എന്ന് ചോദിക്കുകയാണ് നല്ലത്. പഴയതൊക്കെ വിടുക, ഏറ്റവും പുതിയ തട്ടിപ്പിലേക്ക് പോകാം. വിശുദ്ധ നാട് കച്ചവടം നമ്മുടെ പല വൈദികരും ചെയ്യുന്നുണ്ട്. ഒരാളിൻ്റെ നേട്ടങ്ങൾ കാണുമ്പോൾ എനിക്കും ആയാലെന്താ എന്ന ചിന്തയിൽ കെട്ടിട നിർമ്മാണ മേഖലയേക്കാളും ലാഭം ഇതെന്ന് കണ്ട് ചാടി വീണ വൈദികനാണ് നമ്മുടെ PRO. ഇദ്ദേഹത്തോടുള്ള വിശ്വാസത്തിൽ പല വിശ്വാസികളും കണ്ണുമടച്ച് പണം കൊടുത്തു. ആളൊന്നിന് 1.5 ലക്ഷം രൂപ കണക്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം പേർക്കായി പണം കൊടുത്തവരുമുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 50ഓളം പേരിൽ നിന്ന് പണം വാങ്ങി. 2023 ഓഗസ്റ്റിൽ ആദ്യം നിശ്ചയിച്ച തീയതിയിൽ എന്തോ കാരണത്താൽ മാറ്റം വന്നു. വീണ്ടും അടുത്ത തീയതി പ്ലാൻ ചെയ്തപ്പോഴേക്കും യുദ്ധം തുടങ്ങി. പാവം അച്ഛൻ. യുദ്ധം വന്നത് അങ്ങേരുടെ കുറ്റമാണോ? ഒരിക്കലുമല്ല. അതുപോലെ പണം കൊടുത്തവരുടെ കുറ്റവുമല്ല. ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ പിന്നെ ആ കാശ് അങ്ങ് തന്നേക്കരുതോ? അതില്ല, കാശ് തരാൻ പറ്റില്ല. അവിടെ മുതലുള്ളത് ഒരു വൈദികന് ചേർന്നതല്ല. തങ്ങളുടെ കാശ് പോകും എന്നറിഞ്ഞ വിശ്വാസികൾ അവിശ്വാസികളായി തുടങ്ങി. പല വഴി നോക്കിയിട്ടൊരു തുണ കാണാതച്ഛാ അച്ഛാ എന്ന് വിളിക്കും ഈ 7 കളി തള്ളിയിടല്ലേ എന്നായി. എന്നിട്ടും ഫലമില്ലാതായപ്പോൾ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് അച്ഛനെ വിളിച്ചു വരുത്തി. കാശ് കൊടുത്തോളാം എന്നായി സുവിശേഷകൻ. ഇതിനിടെ അതുവരെ അച്ഛൻ കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത ഏജന്റിനെ ആളുകൾ കണ്ടുപിടിച്ചു. അയാൾ നിൽക്കക്കള്ളിയില്ലാതെ എല്ലാവർക്കും ചെക്ക് കൊടുത്തു. കുറേ പേർക്ക് ഫെഡറൽ ബാങ്ക് ചെക്ക്, കുറേ പേർക്ക് SBI ചെക്ക്. ഫെഡറൽ ബാങ്കിൽ പണമില്ല, SBIയിൽ പണമുണ്ട്. പക്ഷേ മുൻപുള്ള ഏതോ കേസിൽപ്പെട്ട് ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. ആൾ സ്ഥിരം ഉഡായിപ്പെന്നാണ് സാരം. കേസ് കോടതിയിലേക്ക് എത്തി. വക്കീൽ ക്രിമിനൽ കേസിലേക്ക് കാര്യങ്ങൾ നീക്കി എന്ന ഘട്ടത്തിൽ കാശ് മുടക്കിയവരിൽ നിന്ന് ഓരോ കോടാലിക്കൈ കണ്ടെത്തി. അയാളുടെ നിർദ്ദേശപ്രകാരം ഈ അവിശ്വാസികൾ വക്കീലിനെ മാറ്റി. അച്ഛൻ്റെ ഉഡായിപ്പിന് വീണ്ടും ഇരകളായി മാറി വന്ന വക്കീൽ കേസിൻ്റെ ക്രിമിനൽ സ്വഭാവം മാറ്റി വെറും ചെക്ക് കേസാക്കി. ഫലത്തിൽ ആളുകൾക്ക് കാശ് പോകും. കേസും കൂട്ടവുമായി വർഷങ്ങൾ കടന്നു പോകും. അതിനിടെ ഈ കൊടുത്ത ചെക്കുകളുടെ കാലാവധി ഓഗസ്റ്റിൽ തീരും. ഇങ്ങനെ ഒരു വ്യക്തിയല്ലാതെ മറ്റാരുമില്ലേ സഭയുടെ PRO സ്ഥാനത്തേക്ക്? അതോ PROയെ പബ്ലിക് റോബറി ഓഫീസറായി നിലനിർത്തുകയാണോ? ആ സ്ഥാനത്ത് വന്ന് ആദ്യം ചെയ്തത് ദേവലോകം ചാപ്പലിൽ മത്ബഹായുടെ ഉയരം കൂട്ടുകയായിരുന്നു. അതിൻ്റെ കോൺട്രാക്ടർ ഈ ഉഡായിപ്പ് കത്തനാരുടെ മുൻ പണികൾ ചെയ്ത് ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു കക്ഷിയും. ഒരു വഴി കമ്മീഷണർ, മറ്റൊരു വഴി ഇയാൾ. മരോട്ടി വേറൊരു വഴിയെ നടന്ന് ബാബായുടെ ഫോട്ടോ പ്രേമം മുതലെടുക്കുന്നു. ഇനിയൊരാൾ പ്രധാന മാലാഖ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. എല്ലാം കൊള്ളാം. ഇപ്പോൾ സർവ്വശക്തിയുമെടുത്ത് വിശുദ്ധ നാട് കേസ് ഒതുക്കാൻ നോക്കുന്നു. കാശ് കൊടുത്ത് ഒതുക്കണം. എങ്ങനെ ഒതുങ്ങാൻ? കൊടുത്ത 1.5 ലക്ഷത്തിൽ 20,000 അച്ഛൻ്റെ കമ്മീഷൻ കഴിച്ചുള്ളത് ഏജന്റ് പുട്ടടിച്ചു. അത് തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പൊന്നും അയാൾക്കില്ല. ഈ തട്ടിപ്പ് വീരൻ സ്കോഡയുടെ പുതിയ കാർ വാങ്ങിയപ്പോൾ ഇയാളുടെ യഥാർത്ഥ ധനസ്ഥിതി അറിയാവുന്ന ബാവ ചോദിച്ചു, എവിടെ നിന്നാണ് ഇതിനൊക്കെ കാശ്? അയ്യോ ബാവ തിരുമേനി, അത് അമേരിക്കയിൽ നിന്നൊരാൾ സൗജന്യം തന്നതാണ്. അത് ഈ പാവങ്ങളായ വിശ്വാസികളെ പറ്റിച്ചതാണെന്ന് ജനം കരുതിയാൽ കുറ്റം ആരെ പറയണം? ഇയാളെ പൗലോസ് ദ്വിതീയൻ ബാവ ദേവലോകത്തു നിന്ന് ഇറക്കി വിട്ടതാണ്. മത്തായി 3-ാമൻ വന്നപ്പോൾ പോയത് തിരികെ പിടിച്ചു. പണ്ട് ഡിസിപ്ലിന് പേരുകെട്ട സെവേറിയോസ് തിരുമേനി കാതോലിക്ക ആയതോടെ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത വെറും 3-ാമനായി പോയോ?